എന്തൊക്കെയായിരുന്നു. ഇറാൻ പശ്ചിമേഷ്യയിലെ കരിമ്പുലിയാണ്. അവന്മാരുടെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും മുമ്പിലൊന്നും ഒരു ലോകത്തൊരു സൈന്യത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം, വെട്ടുക്കിളി കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇറാന്റെ ഡ്രോണിനെ അമേരിക്ക അടിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് ഒരു സുഹൃത്ത് ഒരു വീഡിയോയുടെ താഴെ ഇട്ടു. എന്തൊരു സംഭവമാണെന്ന് നോക്കൂ, എന്ത് വലിയ കാര്യമാണ് അമേരിക്ക ചെയ്തത്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന USS എബ്രഹാം ലിങ്കൺ, അവരുടെ ഏറ്റവും വലിയ പടക്കപ്പൽ, ഏറ്റവും വലിയ സംവിധാനം, ഒരു നാവികപ്പട മാത്രമല്ല, ഒരു സൈനിക താവളം, അങ്ങനെ ഒരു സൈനിക താവളത്തിന്റെ ദൃശ്യങ്ങൾ അവര് ഈ തീരത്തേക്ക്, ഇറാൻ തീരത്തേക്ക് അല്ലെങ്കിൽ ഒമാൻ തീരത്തേക്ക്, അതിർത്തിയിലേക്ക് എത്തുമ്പോൾ തന്നെ കൃത്യമായിട്ടും എത്തുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ പുറത്തുവിട്ടിരുന്നു എബ്രഹാം ലിങ്കന്റെ പൊസിഷൻ എന്താണ്, എബ്രഹാം ലിങ്കന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഇറാന്റെ തീരത്തേക്ക് 500 അല്ലെങ്കിൽ 1000 നോട്ടിക്കൽ മൈൽ അകലെ വരുന്ന സമയത്ത് തന്നെ ഇറാന് കൃത്യമായിട്ടും നിരീക്ഷിക്കാൻ കഴിയും, ഇറാന്റെ ഡ്രോണുകൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഈ USS ഹാരി ട്രൂമാൻ എന്ന് പറയുക, അല്ല ഹാരി ട്രൂമാൻ അല്ല, എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും കാണാൻ പറ്റാത്ത സാധനമൊന്നുമില്ലല്ലോ. അപ്പൊ അത്ര വലിയൊരു പടക്കപ്പൽ കൃത്യമായിട്ടും ഇറാന്റെ റഡാറുകളുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും, അവരുടെ ഡ്രോണുകളുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും. അത് കൃത്യമായും തെളിയിക്കുന്ന ചിത്രങ്ങൾ അവർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോ അതിനുശേഷമാണ് എബ്രഹാം ലിങ്കന്റെ മുകളിലേക്ക് ഒരു ഡ്രോൺ പറത്തിക്കൊണ്ട് അതിലെ നീക്കങ്ങളൊക്കെയും അതിലെ ദൃശ്യങ്ങളൊക്കെയും ചിത്രീകരിച്ച് അവരുടെ ഷഹീദ് 129 എന്ന് പറയുന്ന ഡ്രോൺ, ആ ദൃശ്യങ്ങളൊക്കെയും അവർക്ക് അവരുടെ കസ്റ്റഡിയിൽ എത്തിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് എവിടെയാണോ അവർക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് F-35 പോലെയുള്ള അത്യന്താധുനിക വിമാനം ഉപയോഗിച്ച്, അതായത് എബ്രഹാം ലിങ്കണിൽ നിന്ന് പറന്നുയർന്ന F-35 വിമാനം ഉപയോഗിച്ച് ഈ നിരീക്ഷണ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ വലിയ സംഭവമാണല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇറാനിലെ ഡ്രോണുകൾ എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വെറും കേസുകളാണെന്നൊക്കെയാണ് ഇപ്പോൾ പല സുഹൃത്തുക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതെന്ന് പറഞ്ഞാൽ നിരീക്ഷണ ഡ്രോണുകളാണ്, അത് ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണല്ല. ഈ ഷഹീദ് 129 എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ടും അത് ഏതെങ്കിലും ഈ സൂയിസൈഡ് ഡ്രോണുകളുടെ സ്വഭാവമുള്ള ഡ്രോണൊന്നുമല്ല, അല്ലെങ്കിൽ അവരുടെ ഇറാന്റെ കൈവശമുള്ള അത്യന്താധുനിക ഡ്രോണുകളൊന്നുമല്ല. ഒരു നിരീക്ഷണ ഡ്രോണാണ്. എന്നാൽ ആ ഡ്രോൺ പറന്ന് ഈ കപ്പലിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ സംഭവിക്കുന്നത്, ആ സമയത്ത് ആ ഡ്രോൺ എന്തെല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ അതെല്ലാം എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ടും സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് അമേരിക്ക ഇറാന്റെ ഡ്രോൺ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാഗ്വാദങ്ങളും ചർച്ചകളും ഒക്കെ തുടരുകയാണ്. അപ്പൊ ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമേ ഇല്ല. ഏതെങ്കിലും തരത്തിൽ കപ്പലുകളും എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. കാരണം ഇറാന്റെ കെണിയിലേക്ക്, ഇറാന്റെ നിരീക്ഷണ വലയത്തിലേക്ക് അമേരിക്കയുടെ ഈ കപ്പലുകൾ, അതൊന്നല്ലല്ലോ, എബ്രഹാം ലിങ്കൺ മാത്രമല്ല, മറ്റ് എബ്രഹാം ലിങ്കണെ സഹായിക്കാൻ വേണ്ടിയുള്ള മറ്റ് 3 കപ്പലുകൾ കൂടിയുണ്ട് എന്നുള്ള വാർത്തയാണല്ലോ. അപ്പൊ ഈ കപ്പലുകളൊക്കെ കൃത്യമായിട്ടും ഇറാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അമേരിക്കയ്ക്കുള്ള കൃത്യമായിട്ടൊരു വെല്ലുവിളിയായിട്ടാണ് ഒരു ഡ്രോൺ, നിരീക്ഷണ ഡ്രോൺ നേരിട്ട് എബ്രഹാം ലിങ്കന്റെ മുകളിലൂടെ പറത്തുന്നത്. അങ്ങനെ അമേരിക്കയെ തന്നെ സ്തബ്ധമാക്കുന്ന ഒന്നിലധികം നീക്കങ്ങൾ. ആദ്യം എബ്രഹാം ലിങ്കനകത്തുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു, രണ്ടാമത് ഒരു ഡ്രോൺ ഇവർക്ക് മീതെ പറത്തുന്നു. അപ്പോൾ സെൻകോം പറയുന്നത് എന്താണ്, അമേരിക്കൻ സേന പറയുന്നത് എന്താണ്, ഇത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഒരു സ്വഭാവം കാണിച്ചതല്ല, മറിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ സുരക്ഷയെ കരുതി മാത്രമാണ് അങ്ങനെ ഡ്രോൺ അടിച്ചിട്ടത് എന്ന് സെൻകോമിന്റെ ചീഫ് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാര്യം അവര് ഉദ്ദേശിച്ചതിനും അപ്പുറത്താണ് ഇറാന്റെ ഡ്രോൺ കേപ്പബിലിറ്റീസ് എന്നും അവരുടെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ മൂർച്ചയെന്നുമൊക്കെ അമേരിക്ക ഇതിനകം പലതരത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള വിദഗ്ധരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ചർച്ചയിലേക്ക് പോകാൻ അമേരിക്ക തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അമേരിക്ക ഇറാനെ വിരട്ടിയൊക്കെ നോക്കിയിട്ട് ഇറാൻ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. ആയത്തുള്ള ഖമീനി പറഞ്ഞു ഒരു ചർച്ചയും വേണ്ട, അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യം, പോത്തിന് എന്തേത്തവാടാന്ന് ചോദിക്കുന്ന പോലെ വീണ്ടും അവരുമായിട്ട് ചർച്ച നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അതിലേക്ക് കൃത്യമായിട്ടും ഇടപെട്ടത് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും GCC കൺട്രീസാണ്. അതില് ഖത്തറും തുർക്കിയും സൗദിയും ഒക്കെ കൃത്യമായിട്ടൊരു റോള് എടുത്തിട്ടുണ്ട്. അതുപോലെ റഷ്യയുടെ റോൾ പ്രധാനമാണ്. അപ്പൊ ഈ രാജ്യങ്ങളുടെയൊക്കെ ഒരു സമ്മർദ്ദ ഫലമായിട്ടാണ് ഇപ്പോൾ ഇറാൻ ഒരു ടേബിളിലേക്ക് വരാമെന്ന് പറഞ്ഞത്. അത് തന്നെ ആദ്യം ഇസ്താംബൂൾ നിശ്ചയിച്ചിരുന്നു, തുർക്കിയിലെ ഇസ്താംബൂൾ നിശ്ചയിച്ചിരുന്നു. എന്നാൽ അത് വേണ്ട, ഒമാനിലേക്ക്, മസ്കറ്റിലേക്കാണ് ചർച്ചകൾ, മസ്കറ്റിൽ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന് ഇറാൻ പറയുന്നു. ഏതാണ്ട് മസ്കറ്റിൽ വെള്ളിയാഴ്ച ചർച്ച നടക്കുമെന്നുള്ള നിലയിലാണല്ലോ ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപ്പോ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റു ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടിയുണ്ട്. ഇറാൻ കഴിഞ്ഞ ദിവസം ഇറാൻ IRGC
ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിനെ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾ ചേർന്ന് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരുന്നല്ലോ, ഭീകര സേനയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് മറുപടിയായിട്ട് ഇറാൻ ഈ 27 രാജ്യങ്ങളിലെയും സൈന്യത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിരിച്ചടിച്ചത്. ഇപ്പൊ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രിയുടെ ചില പ്രതികരണങ്ങളുണ്ട്. ഇസ്മായിൽ ഖാത്തിബ് അദ്ദേഹം പറയുന്നു, IRGCയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും, സൂക്ഷിച്ചോളൂ എന്ന് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളെ കൂടി വെല്ലുവിളിക്കുന്നു. അമേരിക്കയെ മാത്രമല്ല ഇറാൻ വെല്ലുവിളിക്കുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ 27 യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് അവർ നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇറാൻ അവരുടെ സ്വാതന്ത്ര്യമോ പരമാധികാരമോ ഒന്നും അടിയറ വയ്ക്കുമെന്ന് ആരും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധമായ കെൽപ്പും ധൈര്യവുമുണ്ട് എന്ന് ഇറാനിലെ ഭരണാധികാരികൾ, അത് പ്രസിഡന്റ് ആകട്ടെ, വിദേശകാര്യമന്ത്രിയാകട്ടെ, അവരുടെ സൈനിക വക്താക്കളാകട്ടെ, സൈനിക മേധാവിമാരാകട്ടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ അമേരിക്ക 1 പറയുമ്പോൾ ഇറാൻ 2 പറയുമെന്നാണ്. എങ്കിൽ പിന്നെ ചെയ്ത് കാണിക്കട എന്ന് പറയുന്ന ലൈൻ തന്നെയാണ്. അതേസമയം നമ്മൾ ഗസയിലേക്ക് കൂടി പോവുകയാണ്. ഗസയിലെ അവസാനത്തെ ബന്ദിയുടെ മൃതദേഹവും വിട്ടുകൊടുത്ത ശേഷം അവിടെ സമാധാനം പുലരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ അതിന്റെ ഒരു സൂചനയും അവിടെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അവസാനത്തെ ബന്ദിയുടെ മൃതദേഹവും വിട്ട് കൊടുത്ത ശേഷം വലിയ തോതിലുള്ള എയർ ബോംബിംഗ് ആണ് അവിടെ. യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച് അതിൽ ബോംബുകൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ചും ഖാൻ യൂനിസ് പോലെയുള്ള ഏരിയകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ കൊല്ലപ്പെടുകയാണ്. ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറുകളിലും 20 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. അതിൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരു കൃത്യമായ കൺസ്ട്രക്ഷനുകളൊന്നും അവിടെ ആയിട്ടില്ല. അവിടുത്തെ ഈ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇങ്ങനെ ബോംബിംഗ് നടത്തി നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നു എന്ന് ഇപ്പോ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ, അവിടെ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരും അത്തരത്തിലുള്ള സംഘടനകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാദേശിക ആശുപത്രികൾക്കൊന്നും ഇത്തരത്തിൽ പരിക്ക് ഏറ്റവരെ ചികിത്സിക്കാൻ പറ്റാത്ത നിലയിൽ വല്ലാത്ത ക്രൂരതകൾ ഇസ്രയേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്ന സമയത്ത് തന്നെയാണ് ലെബനന്റെ പ്രസിഡന്റ് ജോസഫ് ഔൺ ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അതായത് മറ്റൊന്നുമല്ല, ലെബനന്റെ ആകാശത്ത് ഇസ്രയേൽ സേന ഒരു പ്രത്യേക തരം വാതകം പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അതവിടുത്തെ ഈ കൃഷിയെ, അതുപോലെ സാധാരണ മനുഷ്യരുടെ ജീവനെ ഒക്കെ ബാധിക്കുന്ന നിലയ്ക്കുള്ള അതീവ മാരകമായ വിഷവസ്തുക്കൾ ലെബനന്റെ ആകാശത്ത് ഇസ്രയേൽ സേന വർഷിക്കുന്നു എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം നടത്തുന്നത് അവിടുത്തെ പ്രസിഡന്റ് ജോസഫ് ഔൺ ആണ്. അപ്പൊ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ലബനീസ് പൗരന്മാരെയും അവരുടെ ഭൂമിയെയും ലക്ഷ്യമിട്ടുള്ള ഒരു പരിസ്ഥിതി കുറ്റകൃത്യമായിട്ടാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തൊരവസ്ഥയാണെന്ന് നോക്കൂ. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിൽ അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന, മനുഷ്യരുടെ ജീവിതം മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ വിഷപ്രയോഗം ഒരു രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ നടത്തുക എന്ന് പറയുന്ന ഒരു ക്രൂരമായ വിനോദമാണിപ്പോൾ ഇസ്രായേൽ ലെബനനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ അതാണ് അവസ്ഥയെങ്കിൽ, ബോംബിംഗ് ആണെങ്കിൽ ഇവിടെ ഈ നിലയ്ക്കുള്ള പരിപാടികളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് പറയാതെ പോകാൻ കഴിയില്ല. അവിടുത്തെ സെക്യൂരിറ്റി മിനിസ്റ്ററെ കുറിച്ച് നമുക്കറിയാം. ഇസ്രായേലികൾ തന്നെ, ഒരു വിഭാഗം ഇസ്രായേലികൾ അദ്ദേഹത്തെ ക്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഈ സെക്യൂരിറ്റി മിനിസ്റ്റർ ആകുന്ന ക്രൈം മിനിസ്റ്റർ അവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പാതകങ്ങൾ ഒരുപാടാണ്. എല്ലാ മനുഷ്യാവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തോടെയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അറ്റോർണി ജനറൽ, ഇസ്രായേലിന്റെ അറ്റോർണി ജനറൽ തന്നെ കോടതിയെ സമീപിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികേടും കാണിക്കുന്ന ഈ മനുഷ്യനെ സുരക്ഷാ മന്ത്രി എന്ന് പറയുന്ന പദവിയിൽ ഇരുത്തരുത്, അദ്ദേഹത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കണം. അങ്ങനെ അദ്ദേഹം പുറത്താക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം കാണിക്കാൻ കോടതി ഉത്തരവിടണമെന്ന് പറഞ്ഞിട്ട് 1 മാസം മുമ്പാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ഹൈക്കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ ഒരു വിധി പ്രസ്താവം വന്നിരിക്കുന്നു. അത് ഇറ്റാമിർ ബെൻഗുർ എന്ന സുരക്ഷാ മന്ത്രിയെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നതിന് നെതന്യാഹു മാർച്ച് 10-ാം തീയതിക്ക് മുമ്പ് കാരണം കാണിക്കണമെന്നാണ്. ആ കേസ് ഇപ്പോൾ 5 സുപ്രീം ജഡ്ജിമാരാണ് ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബെഞ്ച് ഇപ്പോൾ വിശാല ബെഞ്ച് 9 ജഡ്ജിമാരടങ്ങുന്ന വിശാല ബെഞ്ചാക്കി മാറ്റിക്കൊണ്ട് മാർച്ച് 24-ാം തീയതി ആ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുന്നു. അതേസമയം മാർച്ച് 10-ാം തീയതിക്ക് മുമ്പ്
നെതന്യാഹു കാരണം കാണിക്കണം, എന്തുകൊണ്ട് ഇപ്പോഴും ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇത്രയും ക്രൈമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അവിടുത്തെ സുരക്ഷാ മന്ത്രിയായിട്ട് വച്ചിരിക്കുന്നു എന്നുള്ളത്. അത് ഈ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാകുമ്പോൾ സൗദി അറേബ്യയിലേക്ക് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ എത്തുന്നു. ഇന്നലെയാണ് അദ്ദേഹം എത്തിയത്. ഇവിടെ സൗദി അറേബ്യയിലെത്തി. ഇവിടെ വലിയ കൂടിയാലോചനകളും ഒക്കെ നടന്നു. പ്രത്യേകിച്ചും GCC ഗൾഫ് കോപ്പറേഷൻ കൌൺസിൽ രാജ്യങ്ങളുമായി, ഈ GCC 6 രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളുമായിട്ട് കൃത്യമായിട്ടും ഒരു ഈ നയതന്ത്ര ബന്ധം മാത്രമല്ല, വ്യാപാര ബന്ധവും മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാറിലേക്കുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു എന്നൊക്കെയാണ്. അങ്കാറ അങ്ങനെ വലിയ പ്രതീക്ഷയിലാണെന്നാണ് അവിടെ നിന്ന് പ്രസിഡൻസിയുടെ പ്രസ്താവന, തുർക്കിയുടെ പ്രസിഡൻസിയുടെ പ്രസ്താവന വരുന്നത്. എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോ കെമിക്കൽ മേഖല എന്നിവയിലും GCC രാജ്യങ്ങളുമായിട്ട് സൗഹൃദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനിമയങ്ങൾ തുടരും എന്നുള്ള നിലയിലുള്ള അത്തരം കരാറുകളിലേക്ക് പോകാനുള്ള പ്രാഥമികമായ ചർച്ചകൾ നമുക്കറിയാമല്ലോ. ഇപ്പൊ ഇറാനും സൗദിയുമായാലും അല്ലെങ്കിൽ തുർക്കിയും സൗദിയുമായാലും ഒക്കെ ചില വർഷങ്ങൾക്ക് മുമ്പ് അവരൊക്കെ ബദ്ധവൈരികളായിരുന്നു. പക്ഷെ അവർക്കിടയിലൊക്കെ എല്ലാം മഞ്ഞുരുകി വല്ലാത്ത തരത്തിലുള്ള സൗഹൃദം, അവരെല്ലാം ഒരു ഒറ്റച്ചേരിയായി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ശുഭ സൂചനയായി നമുക്ക് പറയേണ്ടി വരുമ്പോൾ, ഒരു മാസം മുമ്പാണ്, കഴിഞ്ഞ മാസം ഇതേ ദിവസമാണ് വെനസ്വേല ഒരു സ്വതന്ത്ര പരമാധികാരമായ രാജ്യമായ വെനസ്വേലയിലേക്ക് ഇരച്ചു കയറിയ അമേരിക്കൻ പട്ടാളം അവിടെ നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ നിക്കോളാസ് മഡൂറോ, അതുപോലെ ഭാര്യ സിലിയ ഫ്ലോറസിനെയും തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് അവിടെ ന്യൂയോർക്കിൽ വിചാരണയ്ക്കൊക്കെ വിധിക്കുന്ന ഒരു സാഹചര്യം. വെനസ്വേലയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ പലയിടങ്ങളിലായിട്ട് വെനസ്വേലയിൽ ഇങ്ങനെ തങ്ങളുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഇന്ന് പങ്കെടുത്തു എന്നുള്ള വാർത്തയാണ് വെനസ്വേലയിൽ നിന്ന് വരുന്നത്. അപ്പൊ മൊത്തത്തിൽ ഈ വെനസ്വേലയും കൂടി ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞതാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണെങ്കിൽ പോലും ഞാൻ അതും കൂടി ഈ വാർത്തകൾക്കൊപ്പം ചേർത്താണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പല തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്കും പരമാധികാരത്തിനുമൊക്കെ നേരെ നിരന്തരമായിട്ട്, മെക്സിക്കോയുടെ കാര്യത്തിൽ അടക്കം നിരന്തരമായിട്ട് അത്തരത്തിലുള്ള ഇടപെടലുകളും അത്തരത്തിലുള്ള ഇൻട്രൂഷൻസും നുഴഞ്ഞുകയറ്റവും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തികച്ചും വെല്ലുവിളിയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ തികച്ചും അതിനെയൊക്കെ ശക്തമായി അപലപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ ശക്തമായി നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ എന്ന രാജ്യം നെഞ്ചുവിരിച്ചിറങ്ങി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും, എനിക്ക് തോന്നുന്നു, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയം സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ധാരണകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പശ്ചിമേഷ്യയ്ക്ക് ഒരു പ്രാദേശിക യുദ്ധത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ അത് മൊത്തത്തിൽ പശ്ചിമേഷ്യയ്ക്ക് അത് ഗുണകരമായിരിക്കും. അങ്ങനെ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കുകയാണ് ഈ രാത്രിയിൽ നമ്മൾ.